कि तूने मेरे इज्जत की, ये दिल में इतने हरकत की, इश्क दे इतने बरकत की, ये तूने क्या किया। फिर वो मारा मारा मैं, चांद से मुकरा तारा मैं, दिल में इतना क्यों हारा. Hey guys, welcome back to my channel Tales of Moby. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു സോളോ ഡേറ്റ് വ്ളോഗാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡേ ഔട്ട് വ്ളോഗ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഈ ഒരു ഹിജാബും ഔട്ട്ഫിറ്റും ബാഗൊക്കെയാണ് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകുമായിരുന്നു കേട്ടോ. അതായത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ നാളത്തേക്ക് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടാകും, ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പം എൻ്റെ കാര്യങ്ങളും ചെയ്തു തീർക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ കുഞ്ഞൊരു സെൽഫ് ഡേ ഔട്ട് വ്ളോഗ് പോലെ, ഒരു സോളോ ഡേറ്റ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പോകാനുണ്ടായിരുന്നത് അക്ഷയ സെൻറ്ററിലേക്കായിരുന്നു. അവിടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നിട്ടാണ് എൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി വിളിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ബാങ്കിലേക്കാണ്. അവിടെ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ വമ്പൻ പോസ്റ്റായിരുന്നു. കുറേ നേരം വെറുതെ ചുമ്മാ ഇങ്ങനെ അവിടെ വന്നവരെയും പോണവരെയും അവരുടെയൊക്കെ എണ്ണം എടുത്തുകൊണ്ട് കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു. ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു മടിയോ ചമ്മലോ അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കും, ഒറ്റയ്ക്ക് ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങും. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സും അതുപോലെ കസിൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്, ആരെങ്കിലും കൂടെ പോകുന്നതല്ലേ നല്ലത്, ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്താ ഒരു വൈബുള്ളതെന്നൊക്കെ. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതും ചെയ്യുന്നതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ ഹാപ്പി ആക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതും എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നതും, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നു, ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സോളോ ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം ഫുൾ ടൈം വർക്കിലും പഠിത്തത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ടൈം മാറ്റി വെച്ച് അവരുടെ കൂടെ എൻഗേജ് ചെയ്യുന്നതിലും ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക, നമ്മുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റും സ്പെഷ്യൽ കാര്യം തന്നെയാണ്. ഒരിക്കലെങ്കിലും അത് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് പിന്നീട് ഒരു ചമ്മലോ മടിയോ ഉണ്ടാവില്ല. കാരണം നമ്മൾക്ക് എന്തോ ഒരു വലിയൊരു കാര്യം അച്ചീവ് ചെയ്ത പോലെ ഒരു ഫീലായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. സാധാരണ ഞാൻ പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആട് തൂങ്ങി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ച്, എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വീട്ടിൽ പോവാറ്. ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയ ദിവസം ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. വീട്ടിൽ ഇത്താസും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സിപ്പപ്പും മിഠായിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ പിന്നെ വീട്ടിൽ പോന്നു. ഫുഡ് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. മീൻസ് ബാങ്കിലത്തെ കാര്യങ്ങളും അക്ഷയയിലും അതുപോലെ തന്നെ അവർക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു അന്നത്തെ ദിവസം എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ സോളോ ഡേറ്റ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.